സ്നേഹം മരണമാണെന്ന് ഞാൻ കാണുന്നു. മരണത്തേക്കാൾ ശക്തമാണ് സ്നേഹമെന്ന് കർത്താവ് പ്രഖ്യാപിച്ച നേരമാണ് കർത്താവിൻ്റെ കുരിശുമരണം. ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാം മരണത്തോടെ അവസാനിക്കുന്നു. യഥാർത്ഥ മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ യഥാർത്ഥ മരണത്തിനെ കഴിയൂ. കർത്താവ് സത്യമായും കുരിശിൽ മരിച്ചു. മരണത്തെ, രോഗത്തെ, സഹനത്തെ, പാപത്തെ തോൽപ്പിച്ച യഥാർത്ഥ രാജാവിൻ്റെ വിജയഭേരിയാണ് കുരിശിൽ മുഴങ്ങിയത്. ഇനി മുതൽ മരണം നിരാശയുടെ നേരമല്ല. കാരണം മരണമെന്ന ഈ കവാടത്തിൻ്റെ അപ്പുറത്ത് എൻ്റെ നാഥനുണ്ട്. കർത്താവിൻ്റെ കാസയുടെ പീലാസയുടെ ചാരത്ത് ശോശപ്പയുടെ അകത്ത് വെക്കണം ഓരോ കുർബാനയിലും. എന്താ കാര്യം? കർത്താവിൻ്റെ കല്ലറ തുറക്കപ്പെടും. അപ്പം നമ്മൾ വെച്ച പ്രാർത്ഥന, നമ്മൾ സമർപ്പിച്ച പൂർവികർ, നമ്മുടെ നിയോഗങ്ങൾ, അതിൻ്റെ മേലൊക്കെ ഉദ്ധാനത്തിൻ്റെ അനുഭവം ഉണ്ടാകുമെന്ന്. എന്നുവെച്ചാൽ മക്കളെ നന്നായിട്ടൊക്കെ വിശ്വാസം പഠിപ്പിച്ചതാണ്. പക്ഷെ മക്കളാരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല. മക്കളാരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അവർക്ക് വേണ്ടി ഭൂമിയിൽ നിന്ന് പ്രാർത്ഥന ഉയരുന്നില്ല. ആരറിഞ്ഞു നാളെ നമ്മുടെ അവസ്ഥ അങ്ങനെ ആകുമോ ഇല്ലയോ എന്ന്. ഓരോ ദിവസവും മരണത്തിൻ്റെ കയ്പ് രുചിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ നമ്മുടെ പ്രിയപ്പെട്ട യുവജനങ്ങളുണ്ട്. അഡിക്ഷൻസിൻ്റെ പുറകെ ലൈഫ് തേടി പോകരുത്. ഇതാണ് ലൈഫ് എന്ന് പറയരുത്. ദോസ് തിങ്സ് ആർ ഡിസ്ട്രോയിങ് യുവർ ലൈഫ്. മരണത്തിലെല്ലാം അവസാനിച്ചില്ല. പ്രത്യാശയിലാണ് അവൻ മരിച്ചത്. അവനറിയാം അവൻ്റെ അപ്പ അവനെ ഉയർപ്പിക്കും. പ്രത്യാശ. അതാണ് ഈശോ നേരത്തെ പറഞ്ഞത്, എന്നെ ഈ ദേവാലയം തകർക്ക്, 3-ാം ദിവസം അത് പുനരുദ്ധരിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർഗം, ദ വേ, വാക്കിംഗ് വിത്ത് ക്രൈസ്റ്റ് ഫ്രം ആഷസ് ടു ഹല്ലേലൂയ. ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നോമ്പുകാല ധ്യാനം, അതിൻ്റെ 40-ാമത്തെ അധ്യായത്തിലേക്ക്, 40-ാം എപ്പിസോഡിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ധ്യാന ചിന്തകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 2 കാര്യത്തിൽ വിശദീകരണങ്ങൾ തരാനുണ്ട്. ഒന്ന്, എനിക്കറിയാം ഇന്നലത്തെ 39-ാമത്തെ എപ്പിസോഡ് മാർഗം വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ചെയ്തത്. അതിനേക്കാളേറെ കഷ്ടപ്പെട്ടാണ് നിങ്ങൾ കണ്ടത് എന്ന് ഞാൻ അറിഞ്ഞു. ചിലരെ വിളിച്ചിട്ട് അച്ചു, അച്ഛൻ പറയുമ്പോൾ ഞങ്ങളും കൂടെ കിതയ്ക്കുകയായിരുന്നു എന്ന്. അത്രയും സിക്കായിട്ട് ഞാൻ കാണപ്പെട്ടത് അത് ഇന്നലെ ധ്യാനത്തിന് ശേഷം ഇവിടെ ഓസ്ട്രേലിയയിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേരം ധ്യാനമൊക്കെ ഒരു 3.5 മണിക്കൂറിൻ്റെ ടോക്കിന് ശേഷം തിരിച്ച് താമസിക്കുന്ന ഇടത്ത് വന്ന് ഇരുന്ന് രാത്രി ഒരു 10:30-11 മണിക്കാണ് ഇത് റെക്കോർഡ് ചെയ്തത്. ഇവിടത്തേക്കാൾ ഒരു 4.5 മണിക്കൂർ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ പുറകിലായതുകൊണ്ട് പെട്ടെന്ന് റെക്കോർഡ് ചെയ്ത് അയച്ച് നമ്മുടെ നാട്ടിലെ കുട്ടികളത്, നമ്മുടെ ടീം അത് വേണ്ടതുപോലെ ചെയ്ത് അത് അപ്ലോഡ് ചെയ്തതാണ്. അതാണ് അത്രയും ബുദ്ധിമുട്ട് ആ വീഡിയോയിൽ വന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നന്ദി. ഇവിടുത്തെ ധ്യാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഉണ്ടാകണം. നമുക്കിത് രണ്ടും മുടങ്ങരുത്. ഇവിടെ നടക്കുന്ന ധ്യാനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരരുത്. ദൈവജനം പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും വരുന്നതാണ്. നിങ്ങളിലേക്ക് എത്തുന്ന ഈ ശുശ്രൂഷയ്ക്കും ഒരു മുടക്കം വരാതിരിക്കാൻ കർത്താവ് കനിവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 2-ാമത്തെ കാര്യം, പുസ്തകത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ പറയാമെന്നാണല്ലോ പറഞ്ഞത്. ഞങ്ങൾ എങ്ങോട്ടാണ് വിളിക്കേണ്ടത്, എവിടെയാണ് വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നിങ്ങളുടെ താല്പര്യത്തെ ഞാൻ മാനിക്കുന്നു. നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി. പുസ്തകത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളിലേക്ക് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതും കൂടെ ഒന്ന് ഉറപ്പായിട്ട് വേണം അനൗൺസ്മെൻറ്റ് നടത്താൻ. മിക്കവാറും അടുത്ത ആഴ്ച, വലിയ ആഴ്ചയിൽ ഒരു ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ നിങ്ങളിലേക്ക് പുസ്തകത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പ് എത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ചെറിയ തടസ്സങ്ങൾ പുസ്തകത്തിൻ്റെ ഒരുക്കത്തിൻ്റെ നേരത്തുണ്ടെങ്കിൽ അത് മാറി എല്ലാം കർത്താവ് ആഗ്രഹിക്കുന്നത് ഉചിതമായി വരാൻ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പുസ്തകത്തിന് വേണ്ടി കൂടി അത് നിങ്ങളുടെ പ്രീ പബ്ലിഷിംഗ് ഓർഡർ എടുത്ത് അതിനുശേഷം അത് മാറ്റർ മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും പെന്തക്കുസ്ത തിരുനാളോടുകൂടി പുസ്തകം റിലീസ് ചെയ്ത് ബൈ പോസ്റ്റ് തന്നെ എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അത്രയും കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ട് അനൗൺസ് ചെയ്യാനാണ് ഈ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർത്താൽ മതി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 40-ാമത്തെ അധ്യായത്തിൽ ചിന്തിക്കുന്നത് ഈശോയുടെ മരണമാണ്. ദ ഡെത്ത് ഓഫ് ജീസസ്. മരണത്തേക്കാൾ ശക്തമായ അവൻ്റെ സ്നേഹത്തെ, ഈശോയുടെ കുരിശിലെ മരണത്തേക്കാൾ ശക്തമായ അവൻ്റെ സ്നേഹത്തെ നമ്മൾ ഇന്ന് ഒരല്പം നേരം, ഇന്നധികം ദൈർഘ്യമുണ്ടാകില്ല, പക്ഷെ നമ്മൾ വേഗം പലതും നമ്മൾ ഓൾറെഡി ധ്യാനിച്ച് പോയതാണ്. 40-ാമത്തെ എപ്പിസോഡാണ്. നമ്മളൊരു പോർഷൻ തീർക്കുകയാണ്. നാളെ മുതൽ
ഈശോയുടെ മരണത്തിന് ശേഷം നടന്ന കാര്യങ്ങളിലേക്ക്. ഈശോയുടെ പാർശ്വം പിളർന്നത് ഇന്നലെ നമ്മൾ ധ്യാനിച്ചു. അത് കർത്താവിൻ്റെ മരണത്തോട് ചേർന്ന് പോകും. നാളെ മുതൽ ദേവാലയ തിരശ്ശീല രണ്ടായി കീറിയത് തൊട്ട് അവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മരണത്തോട് അതിൻ്റെ നെക്സ്റ്റ് ഫേസിലേക്ക് നമ്മൾ കടക്കാൻ തുടങ്ങും. നമുക്ക് ഇന്ന് ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ സമ്മിറ്റ്, അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവല്, അത് കർത്താവിൻ്റെ സഹനത്തിൻ്റെ ടോപ്പ് ലെവല് മരണമാണ്. ഈശോ മരണത്തെ പുൽകി. കർത്താവ് സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻ എന്ന പോലെ മരിച്ചു. അതാണ് അതിൻ്റെ പീക്ക് പോയിൻ്റ്. നമ്മൾ ഒരിക്കലും കരുതരുത് ദാറ്റ് വാസ് ആൻ അൺഫോർച്ചുനേറ്റ് എൻഡിങ്, നിർഭാഗ്യകരമായ ഒരു അന്ത്യമായിരുന്നു കർത്താവിൻ്റെ മരണമെന്ന്. അല്ല, ദൈവിക സ്നേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നു. ദ ചോസൺ മൊമെൻറ്റ് ഓഫ് ഡിവൈൻ ലവ്. ദൈവം തിരഞ്ഞെടുത്ത സമയം, രക്ഷയുടെ സമയമാണ് കർത്താവിൻ്റെ മരണത്തിൻ്റെ സമയം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മെയിനായിട്ട് ചിന്തിക്കുന്നത് കർത്താവിൻ്റെ മരണം അങ്ങനല്ല, മറിച്ച് ആ മരണത്തിലെ കർത്താവിൻ്റെ സ്നേഹത്തെയാണ് അധികമായി ധ്യാനിക്കേണ്ടത്. കർത്താവിൻ്റെ സ്നേഹത്തെ അധികമായി ധ്യാനിക്കണം. നമ്മൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ ആ പാട്ട്, സ്നേഹം മരണമാണെന്ന് ഞാൻ കാണുന്നു. സ്നേഹം മരണമാണെന്ന് കണ്ട നേരമാണ് കുരിശു മരണം. ആ മരണത്തിൽ മുഴുവൻ കർത്താവിൻ്റെ സ്നേഹമാണ്. അതായത് അവൻ്റെ രക്തവർണ്ണമായി മാറിയ ഉടലുകൊണ്ട് എല്ലാ മുറിവുകളിൽ നിന്നും ചോര ഒഴുകി ഉടല് തന്നെ രക്തവർണ്ണമായി കഴിഞ്ഞു. രക്തവർണ്ണമായി മാറിയ അവൻ്റെ ഉടലുകൊണ്ട് അവൻ കുരിശിൽ എഴുതിയിട്ടത് സ്നേഹമെന്നാണ്. ചുവപ്പക്ഷരത്തിൽ സ്ലീവായിൽ നമ്മൾ വായിക്കും സ്നേഹം, സ്നേഹം, സ്നേഹമെന്നുടലുകൊണ്ട് എഴുതിയിട്ട നേരമാണ് കർത്താവിൻ്റെ കുരിശു മരണം. ഈശോയുടെ മരണം ദാറ്റ് വാസ് നോട്ട് ദ ഫെയിലിയർ ഓഫ് ഹിസ് ലവ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പരാജയമായിരുന്നില്ല. അവൻ തോറ്റുപോയതല്ല കുരിശിൽ, ബട്ട് ദ കംപ്ലീഷൻ ഓഫ് ഹിസ് ലവ്. അവൻ്റെ സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ്. കർത്താവ് സ്നേഹിച്ച് തോറ്റുപോയിടമല്ല കുരിശ്, മറിച്ച് അവൻ സ്നേഹിച്ച സ്നേഹം പൂർത്തിയാക്കിയ ഇടമാണ് കുരിശ്. കുരിശിൽ സ്നേഹം അതിൻ്റെ അതിരുകളോളം എത്തുകയാണ്. കുരിശിൽ സ്നേഹം അതിൻ്റെ അതിരുകളോളം എത്തുന്നു. ലവ് ഗോസ് ടു ദ വെരി എൻഡ്. അതിർത്തികളോളം, അങ്ങേയറ്റം വരെ സ്നേഹം എത്തുകയാണ്. സ്നേഹം നിലയ്ക്കുന്നില്ല. വേദനയുടെ നേരത്തും കർത്താവ് കടന്നുപോയ കഠോര വേദനയോർത്തെ, ആ വേദനയുടെ നേരത്തും സ്നേഹം നിലയ്ക്കുന്നില്ല, സ്നേഹം അവസാനിക്കുന്നില്ല. ഹ്യൂമിലിയേഷൻ്റെ നേരത്ത്, അപമാനത്തിൻ്റെ നാണക്കേടിൻ്റെ നേരത്ത് സ്നേഹം നിന്നു പോകുന്നില്ല. ഇന്നത്തെ സ്നേഹം വെച്ച് കൂട്ടി വായിക്കണേ. ഇന്ന് നമ്മുടെ സ്നേഹം വേദന വരുമ്പോൾ നിന്നു പോകും. അപമാനം, നാണക്കേടുണ്ടായാൽ സ്നേഹം നിന്നു പോകും. സ്നേഹത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുക. ഇവിടെയാണ് കർത്താവിൻ്റെ സ്നേഹം അതിരുകളെ ഭേദിച്ചത് കുരിശിലാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. വേദനകളേറെ ഉണ്ടായിട്ടും സ്നേഹം അവസാനിക്കുന്നില്ല. അപമാനം, നാണക്കേടുണ്ടായിട്ടും സ്നേഹം അവസാനിക്കുന്നില്ല. ആരെ സ്നേഹിച്ചോ അവരുടെ റിജക്ഷൻ അനുഭവിച്ചിട്ട്, നമ്മൾ ആരെ സ്നേഹിച്ചവരുടെ അവഗണനയ്ക്ക് പാത്രമാകേണ്ടി വന്നപ്പോഴും കർത്താവിൻ്റെ സ്നേഹം അവസാനിക്കുന്നില്ല. ചുറ്റും ഇരുട്ട് പടർന്നപ്പോഴും സ്റ്റിൽ ഹി വാസ് ലവിങ്. ആ ഇരുട്ടിൻ്റെ നടുക്കും, ചുറ്റും ഇരുട്ട് അന്ധകാരം വ്യാപിച്ചപ്പോഴും അവൻ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ആ സ്നേഹം അവൻ്റെ മരണത്തോളം എത്തി. ഹി ലവ്ഡ് അൺടു ഹിസ് ഡെത്ത്. ഹി ലവ്ഡ് അൺടു ഹിസ് ഡെത്ത്. മരണത്തോളം അവൻ നമ്മെ സ്നേഹിക്കുകയാണ്. അപ്പോൾ കുരിശിൽ അവൻ പിടഞ്ഞു മരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്തുകയായിരുന്നു ആ മരണത്തിൽ. എന്താണത്? ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഡെത്ത്. ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഡെത്ത്. മരണത്തേക്കാൾ ശക്തമാണ് സ്നേഹമെന്ന് കർത്താവ് പ്രഖ്യാപിച്ച നേരമാണ് കർത്താവിൻ്റെ കുരിശു മരണം. ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് ഡെത്ത് എൻഡ്സ് എവറിത്തിങ്. എല്ലാം മരണത്തോടെ അവസാനിക്കുന്നു. ഇതാണ് ലോകം പഠിപ്പിക്കുന്നത്. എല്ലാം മരണത്തോടെ അവസാനിക്കുന്നു. പക്ഷെ കുരിശു പഠിപ്പിക്കുന്നു ലവ് എൻഡേഴ്സ് ഡെത്ത് ആൻഡ് ഡിഫീറ്റ്സ് ഇറ്റ് ഫ്രം ഇൻസൈഡ്. എല്ലാം മരണത്തോടെ അവസാനിക്കുന്നുവെന്ന് ലോകം പഠിപ്പിക്കുമ്പോൾ കുരിശു പഠിപ്പിക്കുന്നു സ്നേഹം മരണത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ ഉള്ളിലിരുന്ന് മരണത്തെ തോൽപ്പിക്കുന്നു. അതാണ് കുരിശു മരണം. സ്നേഹം മരണത്തിലേക്ക് പ്രവേശിച്ച നിമിഷമാണ് കുരിശു മരണം. നമ്മൾ ഇന്ന് കടന്നു പോകേണ്ട സുവിശേഷ ഭാഗങ്ങൾ, 4 സുവിശേഷങ്ങളിലെയും
കർത്താവിൻ്റെ മരണത്തെ രേഖപ്പെടുത്തുന്ന ഭാഗം ഞാൻ പറയാം. നിങ്ങൾ കുറിച്ചെടുക്കാൻ പറ്റുന്നവർ കുറിച്ചെടുക്കുക, അത് താല്പര്യപൂർവ്വം വായിക്കുകയും ചെയ്യുക. മർക്കോസ് 15:37, മാർക്ക് 15:37, ലൂക്കാ സുവിശേഷം 23:46, ലൂക്ക് 23:46, മത്തായി സുവിശേഷം 27:50, ദ ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 27 വേഴ്സ് 50, ജോൺ 19:30, യോഹന്നാൻ സുവിശേഷം 19 30 വാക്യം. ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ജീസസ് ഡെത്ത് വാസ് നോട്ട് എ സിമ്പിൾ എക്സ്പയറിങ്. ഹി വാസ് നോട്ട് ജസ്റ്റ് എക്സ്പയർഡ് ലൈക്ക് ദാറ്റ്. അവൻ കഥാവശേഷനായി, കാലാവശേഷനായി പെട്ടെന്നങ്ങ് തീർന്നു പോവുകയായിരുന്നില്ല. മറിച്ച് അവൻ പൂർണ്ണ ബോധത്തോടെ, ഒരുക്കത്തോടെ തന്നെ സമർപ്പിക്കുകയായിരുന്നു. അവൻ്റെ ആത്മാവിനെ സമർപ്പിക്കുകയായിരുന്നു, വിട്ടുകൊടുക്കുകയായിരുന്നു. ഒരു ജേതാവിനെ പോലെ കർത്താവ് പിതാവിൻ്റെ പക്കൽ തന്നെ കയ്യാളിക്കുകയായിരുന്നു. തൻ്റെ സഭയ്ക്ക് തൻ്റെ ആത്മാവിനെ കൊടുക്കുകയായിരുന്നു. ഹിസ് ഡെത്ത് വാസ് ആക്റ്റീവ് ഒബീഡിയൻസ്. സജീവമായ അനുസരണമാണ് കർത്താവിൻ്റെ കുരിശുമരണം. അത് ഒരു പാസീവ് കൊളാപ്സ് അല്ല, നിസ്സംഗമായ ഒരു തകർച്ചയല്ല. ഒരാൾ കുരിശിൽ അങ്ങ് നിസ്സംഗതയോടെ തകർന്നു തീർന്ന നേരമല്ല കർത്താവിൻ്റെ കുരിശുമരണം. മറിച്ച് സജീവമായ ഒരുക്കത്തോടെയുള്ള സമർപ്പണവും അനുസരണവുമായിരുന്നു കർത്താവിൻ്റെ കുരിശുമരണം. പഴയ നിയമഭാഗത്തേക്ക് നമ്മളൊരു 5 ഭാഗം പറയാം, ഞാൻ മെൻഷൻ ചെയ്തു പോകാം. ഇതിനു മുമ്പ് നമ്മൾ ഇത്രയും 40 ദിവസമായില്ലേ, അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഈ കണക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വീണ്ടും വീണ്ടും കേട്ട് തറവാകുക എന്ന് വിചാരിച്ചാൽ മതി. നമ്മളിന്ന് വായിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തതാണ്. പക്ഷേ ജസ്റ്റ് ഒരു മെൻഷനിങ് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സ്നേഹം കുരിശിൽ വെളിപ്പെടുന്ന ആ നേരത്തെ ധ്യാനിക്കുകയാണ്. ഒന്ന്, പാസ് ഓവർ ലാംബ്, പെസഹ കുഞ്ഞാട്. ഇത് കൂടിയിരിക്കുന്ന എല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും, നമുക്ക് 10 ദിവസം കൂടിയുള്ള ശുശ്രൂഷ, ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും മുടങ്ങാതെ വായിക്കേണ്ടത് എക്സഡസ് 12. ഇതുവരെ വായിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ ദിവസങ്ങളിൽ വായിക്കാൻ സമയം കണ്ടെത്തണേ. എവിടെയെങ്കിലും കുറിച്ചിട്ടേക്കണം, മസ്റ്റ് റീഡ്. പുറപ്പാട് 12. കുഞ്ഞാടിൻ്റെ രക്തം നമ്മെ രക്ഷിക്കുന്നു. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുന്നു. അതേ കുഞ്ഞാടിൻ്റെ അവതരണം നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53:7 കാണാൻ പറ്റും. അറക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെ. യോഹന്നാൻ 1:29, ജോൺ 1:29 നമ്മൾ കാണുന്നു. സ്നാപക യോഹന്നാൻ ഈശോയെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ കർത്താവിൻ്റെ മരണം അത് കടന്നു പോകലാണ്. ഈശോയുടെ മരണമാണ് ധ്യാനം. ഈശോയുടെ മരണം ദ ട്രൂ പാസ് ഓവർ, യഥാർത്ഥ പെസഹായാണ്, യഥാർത്ഥ കടന്നു പോകലാണ്. രണ്ടാമത്തത് ഐസക് മോറിയ മലയിൽ ബലിയർപ്പിക്കാൻ കൊണ്ടുപോയ, അബ്രാഹാം കൊണ്ടുപോയ ഐസക്. അവിടെ ഐസക് വാസ് സ്പെയർഡ്. ഇസഹാക്കിനെ ദൈവം വെറുതെ വിടുന്നു, കുഞ്ഞാടിനെ ബലിയർപ്പിക്കപ്പെടുന്നു. ബട്ട് ജീസസ് വാസ് നോട്ട് സ്പെയർഡ്. കർത്താവിനൊരു പകരക്കാരനില്ല. കാരണം അവൻ തന്നെയും നമുക്ക് പകരക്കാരനായിട്ടാണ് കുരിശിൽ മരിച്ചത്. ഇവിടെ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നൊരു വാക്യമുണ്ട്, ഞാനത് വായിച്ച് കേൾപ്പിക്കും. അത് മനസ്സിലാക്കാൻ പറ്റും. നോക്കിക്കേ, ഗോഡ് ഡസ് നോട്ട് ആസ്ക് അസ് ടു ഗിവ് what he himself will not give. God does not ask us to give what he himself will not give. He gives his own son. ദൈവം നമുക്ക് തരാത്തതിനെ നമ്മളിൽ നിന്ന് കർത്താവ് ആവശ്യപ്പെടുകയില്ല. അബ്രാഹത്തിനോട് കർത്താവ് എന്താ ആവശ്യപ്പെടുന്നു? പുത്രനെ ബലിയായി തരിക. അപ്പോൾ ദൈവം നമുക്ക് തരാത്തതിനെ, നൽകില്ലാത്തതിനെ കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടില്ല. അപ്പോൾ God gave his own son. ദൈവം സ്വപുത്രനെ നൽകി. ദൈവം നമുക്ക് നൽകാത്ത ഒന്ന് ദൈവം നമ്മളിൽ നിന്ന് ചോദിക്കില്ല എന്ന്. ദൈവം സ്വപുത്രനെ തന്നെ നമുക്ക് നൽകുന്ന കർത്താവിൻ്റെ പിതാവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കണം. അടുത്തത് പിച്ചള സർപ്പം. സംഖ്യയുടെ പുസ്തകം 21:9. മോശ ഉയർത്തിയ പിച്ചള സർപ്പം പോലെ കാൽവരിയിൽ കർത്താവ് കുരിശേൽ കിടക്കുന്നു. അന്ന് പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയവർ സൗഖ്യം അനുഭവിച്ചതുപോലെ കാൽവരിൽ ഉയർത്തപ്പെട്ട കർത്താവിങ്കിലേക്ക് നോക്കുന്നവർ സൗഖ്യം അനുഭവിക്കും. അടുത്തത് സങ്കീർത്തനം 31:15, നീതിമാൻ്റെ സഹനം. സങ്കീർത്തനം 31:15 ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്, പിതാവേ, അങ്ങേ കരങ്ങളിൽ
എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. മരണം പ്രാർത്ഥനയാകുന്ന നിമിഷമാണത്. മരണം പ്രാർത്ഥനയാവുകയാണ്. ഇത്രമേൽ ഹൃദ്യതയോടെ, നിറവോടെ, ഇത്രമേൽ സുഹൃതത്തോടെ മരിക്കാൻ ഈശോയ്ക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുന്നത്? മരണം പ്രാർത്ഥനയാവുകയാണ്. പിതാവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് സങ്കീർത്തനം 31:5 പ്രാർത്ഥിച്ച് കംപ്ലീറ്റ് ഓഫറിങ്, സുരഭില ബലിയും കാഴ്ചയുമായി തൻ്റെ ജീവനെ കർത്താവ് പിതാവിൻ്റെ പക്കൽ ഭരമേൽപ്പിക്കുകയാണ്, സമർപ്പിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം വീണ്ടും 53-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അവൻ്റെ ആത്മാവിനെ കൈയാളിക്കുന്നത്, പോർഡ് ഔട്ട് ഹിസ് സോൾ ടു ഡെത്ത്, മരണത്തിലേക്ക് ആത്മാവിനെ കൈയാളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ മരണം ഇറ്റ് വാസ് നോട്ട് എ മീനിങ്ലെസ് ആക്ട്. അത് അർത്ഥമില്ലാത്ത ഒരു പ്രവൃത്തിയായിരുന്നില്ല, മറിച്ച് ഈ പറഞ്ഞതുപോലെ വളരെ ബോധപൂർവമായ ഒരു സമർപ്പണമായിരുന്നു. പഴയ നിയമ ഭാഗം മനസ്സിലാക്കി ഇനി നമുക്ക് രക്ഷാകര ചരിത്രത്തിലേക്ക് വരാം. ദ ഹോൾ സാൽവേഷൻ ഹിസ്റ്ററിയിൽ കർത്താവിൻ്റെ ഈ മരണം ഇതാണ് ഡിസൈസീവ് മൊമെൻറ്റ്. നിർണായക നിമിഷം കർത്താവിൻ്റെ മരണമാണ്. അതിനെ വിളിക്കുന്നത് ഇറ്റ് ഈസ് ദ പില്ലർ ഓഫ് ദ ഹോൾ ഹിസ്റ്ററി. മുഴുവൻ ചരിത്രത്തിൻ്റെയും തൂണാണ് കുരിശുമരണം. മുഴുവൻ ചരിത്രത്തിൻ്റെയും തൂണാണ് കുരിശുമരണം. അതിനെ വിളിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് എവറിത്തിങ് ബിഫോർ ക്രൂസിഫിക്ഷൻ, എവറിത്തിങ് ബിഫോർ ഹിസ് ഡെത്ത്, അവൻ്റെ മരണത്തിന് മുമ്പേ സംഭവിച്ച എല്ലാം പോയിൻറ്റിങ് ടു ദ ക്രോസ്, അത് കുരിശിലേക്കാണ് അത് നയിക്കപ്പെടുന്നത്. ഇനിയോ മരണത്തിന് ശേഷം നടന്ന എല്ലാ കാര്യങ്ങളിലേക്കും കൃപയൊഴുകുന്നത് ഇവിടെ നിന്നാണ്. അതിന് ശേഷം സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും ഗ്രേസ് ഫ്ലോസ് ഫ്രം ദിസ് ക്രോസ്, ഈ കുരിശിൽ നിന്ന് കൃപ ഒഴുകുന്നു. അതിന് മുമ്പ് നടന്നതൊക്കെ മാറുകയാണ്. ഈ കുരിശു മരണത്തിന് തൊട്ട് മുമ്പ്, അതിന് മുമ്പ് എങ്ങനെയായിരുന്നോ അതെല്ലാം ഉൾട്ടാ തിരിയുകയല്ലേ. അതായത് അതിന് മുമ്പ് മരണമാണ്, ആദത്തിൻ്റെ കാലം തൊട്ടന്നോളം മരണമാണ് ഭരിച്ചത്. മരണത്തെ കർത്താവ് തകർക്കുന്നു. അതിന് മുമ്പ് സാക്രിഫൈസസ് വെർ റിപ്പീറ്റഡ്, ബലി ആവർത്തിക്കപ്പെട്ടിരുന്നു. പക്ഷെ ഇവിടെ എന്നേക്കുമുള്ള ബലി കർത്താവ് പൂർത്തിയാക്കുന്നു. ആ ബലിയുടെ അനുസ്മരണവും ആഘോഷവുമാണ് ഓരോ പരിശുദ്ധ കുർബാനയും. പുതിയൊരു ബലിവസ്തു നമുക്ക് സമർപ്പിക്കാനില്ല, പുതിയൊരു ബലി നമുക്ക് അർപ്പിക്കാനില്ല. അവൻ്റെ ബലിയുടെ അനുസ്മരണവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന. അതിനു മുമ്പ്, ഈശോയുടെ മരണത്തിന് മുമ്പ്, ദോ ലോ റിവീൽസ് സിൻ, ദ ലോ കനോട്ട് ഡിസ്ട്രോയ് ഇറ്റ്. നിയമം പാപത്തെ വെളിപ്പെടുത്തിയെങ്കിലും പാപത്തെ തകർക്കാൻ നിയമത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല. മോശയിലൂടെ നിയമം നൽകപ്പെട്ടു, ആ നിയമം നമുക്ക് പാപത്തെ വെളിപ്പെടുത്തി തന്നു, പക്ഷെ പാപത്തെ തകർക്കാൻ പറ്റിയില്ല. ഇവിടെ കർത്താവ് പാപത്തെ തകർക്കുന്നു. അതിനു മുമ്പ് ഹ്യൂമാനിറ്റി വെയിറ്റ്സ് ഫോർ ഡെലിവറൻസ്, വിമോചനത്തിനായി മനുഷ്യകുലം കാത്തിരിക്കുന്നു. കുരിശു മരണത്തോടെ വിമോചനം, ഡെലിവറൻസ്, റിഡംഷൻ നമുക്ക് അവൈലബിൾ ആകുന്നു. വലിയ മാറ്റമാണ് കർത്താവിൻ്റെ കുരിശു മരണത്തോടുകൂടെ ചരിത്രത്തിൽ സംഭവിച്ചത്. കർത്താവിൻ്റെ കുരിശുമരണത്തിന് ശേഷം, കർത്താവിൻ്റെ കുരിശുമരണം വരെ മരണത്തെ കണ്ടിരുന്നത് ഒരു ഫൈനൽ പ്രിസൺ, ഒരു തടവറയായിട്ടാണ് മരണത്തെ കണ്ടതെങ്കിൽ ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം മരണം തടവറയല്ല. മരണം തടവറയല്ല, അത് കവാടമാണ്, അത് വാതിലാണ്. അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന വാതിലാണ് മരണമെന്ന് കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നു. പിതാക്കന്മാരിലേക്ക് വരാം. ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക്, പിതാക്കന്മാരിൽ ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക് കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് ആ കാലത്ത് വളർന്നു വന്ന ഒരു ഹെരസിയോട്, ഒരു ഹെററ്റിക്കൽ ടീച്ചിങ്, തെറ്റായ പഠിപ്പേരിനോടുള്ള ഉത്തരം കൊടുത്തതാണ്. ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക് പറയുന്നു, മിശിഹ കുരിശിൽ സത്യമായും മരിച്ചു. ക്രൈസ്റ്റ് ട്രൂലി ഡൈഡ് ഓൺ ക്രോസ് എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ആ കാലത്ത് ഇങ്ങനെയൊക്കെ വ്യാഖ്യാനമുണ്ട്, കർത്താവ് കുരിശിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നൊക്കെ. അല്ലെങ്കിൽ കർത്താവ് കുരിശിൽ മരിച്ചതുപോലെ അഭിനയിച്ചതാണ്, കർത്താവ് കുരിശിൽ മരിച്ചില്ല എന്നൊക്കെ. കാരണം അവർ ഈശോ മരിച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെങ്കിലും ഈശോ മരിച്ചില്ല, അങ്ങനെ ഒരു തോൽവി മനുഷ്യന് ആ കണ്ണുകൊണ്ടേ കാണാൻ പറ്റുന്നുള്ളൂ. ഞങ്ങളുടെ കർത്താവ് തോറ്റു മരിച്ചെന്നോ? ഇല്ലില്ല, അങ്ങനെ അവന്മാർക്ക് കൊല്ലാൻ നിന്നു കൊടുത്തില്ല കർത്താവ് മാറിക്കളഞ്ഞു, കർത്താവ് രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ വന്നപ്പോഴാണ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക്, സഭ ഔദ്യോഗികമായി പഠിപ്പിച്ചു. ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക് പിതാവ് കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്, ക്രൈസ്റ്റ് ട്രൂലി ഡൈഡ് ഓൺ ക്രോസ്, കർത്താവ് കുരിശിൽ സത്യമായും മരിച്ചു. എന്നിട്ട് പറയുന്ന കാരണം ഇതാണ്, റിയൽ ഡെത്ത്, ഒളി റിയൽ ഡെത്ത് ക്യാൻ റിഡീം റിയൽ ഡെത്ത്. യഥാർത്ഥ മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ യഥാർത്ഥ മരണത്തിനെ കഴിയൂ.
കർത്താവ് സത്യമായും കുരിശിൽ മരിച്ചു. അതുകൊണ്ടാണ് ആ മരണത്താലെ കർത്താവിൻ്റെ മരണത്താലെ മരണത്തിൻ്റെ മേൽ കർത്താവ് വിജയം സ്ഥാപിച്ചു. കർത്താവ് മരിച്ചില്ലെങ്കിൽ ആ വിജയമില്ല. അപ്പോൾ യഥാർത്ഥമായും കർത്താവ് മരിച്ചു. ആ മരണത്തിന്മേൽ വിജയമായി മാറി. ഇതിനോട് ചേർന്നാണ് ഇരണേവൂസ് പിതാവിൻ്റെ പഠിപ്പിലുള്ളത്. അതിങ്ങനെയാണ്: ക്രൈസ്റ്റ് എൻറ്റേഴ്സ് എവറി സിംഗിൾ സ്റ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യകുലത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും എല്ലാ ഘട്ടങ്ങളിലേക്കും കർത്താവ് പ്രവേശിക്കുന്നു. എന്തിനങ്ങനെ പ്രവേശിക്കുന്നത്? ആ അവസ്ഥയിൽ നമ്മളെ വീണ്ടെടുക്കാൻ. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യമല്ലേ മരണം? മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇടമല്ലേ, മേഖലയല്ലേ മരണം? ആ മരണത്തിലേക്ക് കർത്താവ് പ്രവേശിച്ചു. എന്തിന്? അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് മരണത്തിൽ നമ്മളെ വിടുവിച്ചു. അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് മരണത്തിൻ്റെ മേൽ വിജയം ആഘോഷിച്ചു. മരണത്തിലേക്ക് പ്രവേശിച്ച് കർത്താവ് വിജയിച്ചു. അങ്ങനെ വിജയിച്ചപ്പോൾ കർത്താവ് ഈ റിഡീംസ് നോട്ട് ഓൺലി ദ ലിവിങ് ബട്ട് ദ ഡൈയിങ്. അങ്ങനെ വന്നപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല, മരിച്ചവരെയും കർത്താവ് വീണ്ടെടുക്കും. നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ ധ്യാനിക്കും. കർത്താവ് പാതാളങ്ങളിലേക്ക് ഇറങ്ങി എന്നൊക്കെ ധ്യാനിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവരെ മാത്രമല്ല, മരിച്ചവരെയും അവൻ വീണ്ടെടുക്കും. നമ്മുടെ ഒപ്പീസ് പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നില്ലേ? ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും നാഥനായ മിശിഹായേ. ഇതാണത്. അവൻ ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും നാഥനാകുന്നു മരണത്തിലേക്ക് പ്രവേശിച്ചത് വഴി. അഗസ്തിനോസ് പുണ്യാളൻ കർത്താവിൻ്റെ ഈ വോളണ്ടറി നേച്ചർ അവൻ തന്നെ താല്പര്യമെടുത്ത്, അതായത് ഹി വാസ് നോട്ട് ഫോഴ്സ്ഡ്, അവൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നില്ല, ഹി വിൽഡ്, അവൻ താല്പര്യപൂർവ്വം മരണത്തെ പുൽകി. അത് സ്നേഹത്തിൻ്റെ പുൽപ്പിറ്റാണ്. പണ്ടൊരിക്കൽ നമ്മൾ പറഞ്ഞതാണ് മാർഗത്തിൻ്റെ സീരീസിൽ തന്നെ. കുരിശിൽ അത് സ്നേഹത്തിൻ്റെ പുഷ്പം, പുൽപ്പിറ്റായിട്ട്, പ്രസംഗപീഠമായിട്ട് കുരിശ് മാറുന്നു. ക്രിസോസ്തോം പിതാവ് പറയുന്നുണ്ട്, കർത്താവിൻ്റെ ഉറക്കെയുള്ള നിലവിളി അത് കേവലം ഒരു വിലാപഗാനമല്ല, അത് വിജയഭേരിയ. യുദ്ധം ജയിച്ച രാജാവിൻ്റെ വിജയഭേരിയാണ്. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞത്, ഞാൻ ജയിച്ചു. മരണത്തെ, രോഗത്തെ, സഹനത്തെ, പാപത്തെ തോൽപ്പിച്ച യഥാർത്ഥ രാജാവിൻ്റെ വിജയഭേരിയാണ് കുരിശിൽ മുഴങ്ങിയത്. എഫ്രൈം പിതാവ് പറയുന്നു, സാധാരണ മരണം ജീവനെ വിഴുങ്ങുകയായിരുന്നു. എന്നാൽ ഇവിടെ ദ ലോർഡ് ഓഫ് ലൈഫ് എൻറ്റേർഡ് ഇൻ ടു ഡെത്ത് ആൻഡ് സ്വാളോഡ് ഇറ്റ്. ജീവൻ്റെ നാഥൻ മരണത്തിലേക്ക് പ്രവേശിച്ച് മരണത്തെ തന്നെ വിഴുങ്ങിക്കളഞ്ഞു. അതുവരെയും മരണം ജീവനെ വിഴുങ്ങിയെങ്കിൽ ജീവൻ്റെ നാഥൻ മരണത്തിലേക്ക് പ്രവേശിച്ച് മരണത്തെ സ്വാലോ ചെയ്തു, വിഴുങ്ങിക്കളഞ്ഞു. കത്തോലിക്കാ സഭയുടെ പഠിപ്പീര് CCC 613-614 ഈശോയുടെ മരണത്തിൻ്റെ ബലിയുടെ മാനം, ക്രൈസ്റ്റ് ഡെത്ത് ആസ് സാക്രിഫൈസ്, അത് നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. CCC 624-625 നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ക്രൈസ്റ്റ് വാസ് ട്രൂലി ഡൈഡ് ആൻഡ് ട്രൂലി ബറീഡ്. കർത്താവ് സത്യമായും മരിച്ചു, കുരിശിൽ മരിച്ചു, അവൻ സംസ്കരിക്കപ്പെട്ടു എന്നത് സഭ വീണ്ടും ഏറ്റുപറയുന്നു. CCC 634-635 നമ്മൾ കാണുന്നത് മരണത്തിൻ്റെ മേലുള്ള കർത്താവിൻ്റെ വിജയമാണ് കുരിശു മരണം. കർത്താവിൻ്റെ തോൽവിയല്ല. The death on cross was not his defeat but his victory over the death. മരണത്തിൻ്റെ മേൽ കർത്താവ് വിജയം വരിക്കുകയായിരുന്നു. അടുത്തത് CCC 1009-1014. അവിടെ നമ്മൾ കാണുന്നത് ക്രിസ്ത്യൻ മീനിങ് ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ ക്രിസ്തീയ അർത്ഥം, ക്രിസ്തീയ മാനങ്ങളെ സഭ ഔദ്യോഗികമായി അവിടെ പഠിപ്പിക്കുന്നു. ഇത് കേട്ടെ, ക്രൈസ്റ്റ് ഡെത്ത് ട്രാൻസ്ഫോം അവർ ഡെത്ത്. ഡെത്ത് റിമെയിൻസ് പെയിൻഫുൾ. ഇതിങ്ങനെ മനസ്സിലാക്കണേ. ഈശോയുടെ മരണം നമ്മുടെ മരണത്തെ രൂപാന്തരപ്പെടുത്തുന്നു. അതെങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നത്? ഡെത്ത് റിമെയിൻസ് പെയിൻഫുൾ. മരണത്തിന് അതിൻ്റെ നൊമ്പരത്തിൻ്റെ, സങ്കടത്തിൻ്റെ തല ഇപ്പോഴും ഉണ്ട്. അത് മാറിയിട്ടില്ല. അത് നമ്മൾ മനുഷ്യരാണ്, അത് മാറില്ല. പക്ഷെ എങ്ങനെയാണ് മാറ്റം വരുന്നത്? ക്രൈസ്റ്റ് ട്രാൻസ്ഫോംസ് അവർ ഡെത്ത്. കർത്താവ് മരണത്തെ മാറ്റുന്നു. എന്നിട്ട് നമ്മൾ സമ്മതിക്കുന്നു, ഡെത്ത് റിമെയിൻസ് പെയിൻഫുൾ. മരണം വേദനാജനകമാണ്. ബട്ട് ഇറ്റ് ഈസ് നോ ലോങ്ങർ ഹോപ്പ്ലെസ്. ഇനി മുതൽ മരണം പ്രത്യാശയില്ലാത്ത അനുഭവമല്ല. ഇനി മുതൽ മരണം നിരാശയുടെ നേരമല്ല. കാരണം മരണമെന്ന ഈ കവാടത്തിൻ്റെ അപ്പുറത്ത് എൻ്റെ നാഥനുണ്ട്. അതുകൊണ്ട് മരണം ഇനി നിരാശയുടെ വിഷയമല്ല. അവിടെയാണ് കർത്താവ് മരണത്തെ രൂപാന്തരപ്പെടുത്തിയെന്ന് മനസ്സിലാക്കണം. വത്തിക്കാൻ കൗൺസിൽ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പഠിപ്പീരിൽ ഗൗദിയം എത്ത് സ്പെസിൽ നമ്മൾ വായിക്കുന്നത്, മനുഷ്യൻ്റെ സഹനത്തിനും മരണത്തിനും
അർത്ഥം കണ്ടെത്തണമെങ്കിൽ, ഉത്തരം കണ്ടെത്തണമെങ്കിൽ മിശിഹായിലേ നമുക്കതിന് കഴിയും. കർത്താവിനോട് ബന്ധപ്പെടുത്തിയേ സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും അർത്ഥം അറിയാൻ നമുക്ക് പറ്റൂ. കർത്താവിനോട് ബന്ധമില്ലാത്ത ഒരാൾക്ക് സഹനവും മരണവും മനസ്സിലാകില്ല. അതെന്നും ഒരു പ്രഹേളികയായിട്ട് ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് മിശിഹായോട് ചേർന്ന് വേണം സഹനത്തെ, മരണത്തെ മനസ്സിലാക്കാൻ. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ സ്പേ സാൽവിയിൽ, പ്രത്യാശയാണ് രക്ഷയിൽ പറയുന്നു, ഹോപ്പ് ഈസ് നോട്ട് ആൻ ഐഡിയ. ഈ പ്രത്യാശ എന്നത് കേവലം ഒരു ആശയമല്ല, മറിച്ച് ബട്ട് ഇറ്റ് ഈസ് ആങ്കേർഡ് ഇൻ ആൻ ഇവൻറ്റ്. ഒരു സംഭവത്തിൽ നങ്കൂരമിട്ടിരിക്കുകയാണ് പ്രത്യാശ. ഒരു ഈവൻറ്റിലാണ്, ഒരു ഹിസ്റ്റോറിക്കൽ ഈവൻറ്റിലാണ് നമ്മൾ പ്രത്യാശ ഇരിക്കുന്നത്. കേവലം ഒരു ഓപ്റ്റിമിസം അല്ല. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, പ്രത്യാശ ഒരു കേവല ആശയമോ ഒരു ഓപ്റ്റിമിസമോ ശുഭാപ്തി വിശ്വാസമോ അല്ല. ഒരു ഈവൻറ്റിലാണ്, ഒരു സംഭവത്തിലാണ് പ്രത്യാശ ഉറച്ചു നിൽക്കുന്നത്. ആ ഈവൻ്റ് ഏതാണ്? ദ ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ മരണവും ഉദ്ധാനവുമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്. ആ മരണത്തിലും മരണത്തിന് ശേഷം നടക്കുന്ന ഉദ്ധാനത്തിലുമാണ് നമ്മുടെ പ്രത്യാശയും നമ്മുടെ ഉറപ്പും. ആ പ്രത്യാശ തകർക്കപ്പെടില്ല. ആ പ്രത്യാശ ആർക്കും എടുത്തു മാറ്റാൻ പറ്റില്ല. നമുക്കിനി പ്രാക്ടിക്കൽ തലത്തിലേക്ക് വരാം. നമ്മുടെ ജീവിതത്തിൻ്റെ അനുദിന വ്യാപാരങ്ങളിലേക്ക് ഈ ചിന്തയെ, മരണവുമായി ബന്ധപ്പെട്ട കർത്താവിൻ്റെ മരണം, സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമായ കർത്താവിൻ്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ട അനുദിന ജീവിതത്തിലേക്ക് എങ്ങനെ ഇതിനെ കൊണ്ടുവരാമെന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തത്, നമ്മുടെ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഈ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ആളുകളെ പഠിപ്പിക്കുമ്പോൾ ഒത്തിരി പേരെന്നോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ കുർബാനയെക്കുറിച്ച് കൂടി ഇതുപോലെ ഡീറ്റെയിൽഡ് ക്ലാസ് താ. എനിക്ക് എന്താഗ്രഹമെന്നറിയാമോ കുർബാനയെക്കുറിച്ച് നിങ്ങളെ കൂടുതൽ പഠിപ്പിക്കാൻ. പക്ഷേ നമ്മുടെ ഇപ്പോൾ സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല. കാരണം ആളുകൾ ചിലപ്പോൾ എല്ലാവരും അതുപോലെ മനസ്സിലാക്കിയില്ലെങ്കിലോ അതിൻ്റെ അർത്ഥത്തിൽ. അപ്പോൾ പരിശുദ്ധ കുർബാനയെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് തർക്കവിഷയമായിട്ട് ഇട്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഞാൻ ഈ ധ്യാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നേരിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ, ഡയലോഗിൻ്റെ സാധ്യതയുള്ള പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ മുമ്പിലിരിക്കുമ്പോൾ കുർബാനയെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിപ്പിക്കും. അതാകുമ്പോൾ അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. അങ്ങനെ ഞാനിപ്പോൾ കുർബാനയെക്കുറിച്ച് കൂടുതലും പഠിപ്പിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങളുടെ മരിച്ചു പോയവരെ കുർബാനയിൽ എവിടെ വെക്കണമെന്നറിയാമോ? നമ്മുടെ കുർബാനക്രമത്തിൽ കാസയും പിലാസയും അച്ഛൻ ഉയർത്തി, അത് കർത്താവിൻ്റെ കുരിശുമരണത്തെ കാണിക്കുന്നതല്ലേ. ക്രൂസിഫിക്ഷനാണ് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്. കാസയും പിലാസയും ഉയർത്തി, അതിനുശേഷം അത് ബലിപീഠത്തിങ്കൽ വെച്ച് ഒരു തുണിയിട്ട് മൂടും. ശോശപ്പ, കാപ്പയുടെയൊക്കെ തുണിയുടെ മെറ്റീരിയലുള്ളൊരു തുണിയിട്ട് മൂടും, ശോശപ്പ ഇട്ട് മൂടും. അത് മൂടുന്നത് എന്താണ്? കർത്താവിൻ്റെ ഖബറടക്കമാണ്. ഹീസ് ബെറീഡ്. കർത്താവിനെ കല്ലറയിൽ സംസ്കരിക്കുകയാണ്. ഇനിയാണ് രസം. ഇനി നമ്മൾ താഴെ വന്നിട്ട് ചൊല്ലുന്ന പ്രാർത്ഥനകളില്ലേ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ദൈവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും നീതിമാനായ മറിയ ഔസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ കൊണ്ടാകട്ടെ എന്ന് വെച്ചാൽ എവിടെ? ഈ ശോശപ്പയുടെ അകത്ത്. കല്ലറയതല്ലേ? ശോശപ്പയുടെ അകത്തേക്ക് മറിയത്തെ യൗസപിതാവിനെ വെക്കുന്നു. അത് കഴിഞ്ഞുള്ള പ്രാർത്ഥനയിൽ തോമാസ് ലീഹായ രക്തസാക്ഷികളെ വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചെറിയവരും വലിയവരുമായി ഉദ്ധാനം പ്രതീക്ഷിച്ച് കർത്താവിൽ നിദ്ര പ്രാപിക്കുന്ന എല്ലാവരെയും അവിടെ വയ്ക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരിച്ചുപോയവരെ നമ്മളെ തന്നെ എവിടെ വെച്ച് ശീലിക്കണമെന്നറിയാമോ? കാസയോട് പീലാസയോട് ചേർത്ത്, കർത്താവിൻ്റെ കാസയുടെ പീലാസയുടെ ചാരത്ത് ശോശപ്പയുടെ അകത്ത് വെക്കണം ഓരോ കുർബാനയിലും. എന്താ കാര്യം? കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ശോശപ്പ നിവർക്കും തുറക്കും എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? കർത്താവിൻ്റെ കല്ലറ തുറക്കപ്പെടാനുള്ളതാണ്. കർത്താവിൻ്റെ കല്ലറ തുറക്കപ്പെടും. അപ്പം നമ്മൾ വെച്ച പ്രാർത്ഥന, നമ്മൾ സമർപ്പിച്ച പൂർവികർ, നമ്മുടെ നിയോഗങ്ങൾ, അതിൻ്റെ മേലൊക്കെ ഉദ്ധാനത്തിൻ്റെ അനുഭവം ഉണ്ടാകുമെന്ന്. അതല്ലേ പൗലോസ് ലീഹ പഠിപ്പിക്കുന്നത്? കർത്താവിനോട് ചേർന്ന് സംസ്കരിക്കപ്പെടുന്നവർ കർത്താവിനോട് ചേർന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെടും. അപ്പം കർത്താവിനോട് ചേർന്നുള്ളൊരു മരണത്തിന് നമ്മൾ ഒരുങ്ങണം. നമ്മുടെ പ്രിയപ്പെട്ടവരെ അവിടെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കണം. ഒരു 2 ഹോംവർക്ക് തരട്ടെ. 2 ഹോംവർക്ക്. ഒന്ന്, റെക്കൺസൈൽ ബിഫോർ ഡെത്ത്. നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലും അടുപ്പത്തിലുമൊക്കെ വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്നവരോട്, മരണക്കിടക്കയിലേക്ക് എത്തിയിരിക്കുന്നവരോട് രമ്യപ്പെടണം. ഒത്തിരി ദ്രോഹം അവർ ചെയ്തിട്ടുണ്ടായിരിക്കും, പോട്ടെ സാരമില്ല. നിങ്ങൾ അവരോട് ദ്രോഹം ചെയ്തിട്ടുണ്ടായിരിക്കും, ക്ഷമ ചോദിക്കണം. അതായത് മരണത്തിന് മുമ്പ് റെക്കൺസൈൽ ബിഫോർ ഡെത്ത്. മരണത്തിന് മുമ്പ് രമ്യപ്പെടണേ, മരണത്തിന് മുമ്പ് രമ്യപ്പെടണം. രണ്ടാമതൊന്ന്, വളരെ പ്രാക്ടിക്കലായിട്ട് ഒരെണ്ണം കൂടെ പറയട്ടെ. രണ്ടാമത്തത്, ഇത് കേൾക്കുന്ന മാർഗത്തിൻ്റെ 40-ാം അധ്യായം കേൾക്കുന്ന എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന എല്ലാവരും ഞാനൊരു കാര്യം ഏൽപ്പിക്കുക. നോമ്പ് കാലത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ 40 നാൾ നമ്മൾ ഒരുമിച്ച് നടത്തിയ യാത്രയുടെ തുടർച്ചയുടെ ഭാഗമായി
എല്ലാവരും ഈ ദിവസം ഇന്നോ നാളെയോ ആയി നിങ്ങളുടെ വികാരിച്ചന്മാരുടെ പക്കൽ പൂർവികർക്ക് വേണ്ടി ഒരു കുർബാന അർപ്പിക്കാൻ നിയോഗമേൽപ്പിക്കണം. കുർബാന നിയോഗപ്പണം ഏൽപ്പിച്ച്, ഇപ്പോൾ നാട്ടിൽ 150 രൂപയാണ് ഒരു കുർബാന നിയോഗപ്പണം. അത് നമ്മുടെ എളിയ സമർപ്പണം. കുർബാനയുടെ വിലയാണെന്ന് ചിന്തിക്കരുത്. അത്ര നെയ്വായിട്ട് നമ്മൾ മാറരുത് കേട്ടോ. ആ നിലവാരത്തിലേക്കൊന്നും പോകരുത് സംസാരം. നമ്മുടെ എളിയ കാഴ്ച, എളിയ സമർപ്പണം, കുർബാന നിയോഗപ്പണം വികാരിച്ച മാർഗത്തിൻ്റെ നമ്മുടെ യാത്രയുടെ ഭാഗമാണ്. വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ കയറാൻ പോവുക. അപ്പോൾ അതിനൊരുങ്ങുക. നമ്മൾ 40-ാം വെള്ളിയാഴ്ച അതേ എത്തുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു അധിക കാര്യം അച്ഛന്മാരുടെ പക്കൽ എല്ലാവരും ഏൽപ്പിക്കണം. അച്ഛോ പ്രത്യേകം ഞങ്ങളും ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പൂർവികരെ പ്രത്യേകം ഓർക്കുന്നു. ഞങ്ങളുടെ പൂർവികരെയും പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരെയും നിങ്ങളിങ്ങനെയും കൂടെ ഓർക്കണേ. ശുദ്ധീകരണ സ്ഥലത്തിലുണ്ടല്ലോ ഒത്തിരി ആത്മാക്കൾ കാണും. എന്ന് വെച്ചാൽ മക്കളെ നന്നായിട്ടൊക്കെ വിശ്വാസം പഠിപ്പിച്ചതാണ്. പക്ഷേ മക്കളാരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നില്ല. മക്കളാരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. അവർക്ക് വേണ്ടി ഭൂമിയിൽ നിന്ന് പ്രാർത്ഥന ഉയരുന്നില്ല. ആരറിഞ്ഞു നാളെ നമ്മുടെ അവസ്ഥ അങ്ങനെ ആകുമോ ഇല്ലയോ എന്ന്. അതുകൊണ്ട് പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരെയും, നമ്മുടെ പൂർവികരെ മുഴുവൻ ഓർത്തും പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവരെയും ഓർത്തും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ വികാരിയച്ഛന്മാരുടെ പക്കൽ ഒരു കുർബാന പണം പ്രത്യേകം ഏൽപ്പിച്ച് കുർബാന അർപ്പിക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ലോക്കലി വികാരിയച്ഛന്മാർ അവൈലബിൾ അല്ല. ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് സ്കാറ്റഡ് ആയിട്ടുള്ള നമ്മുടെ മലയാളി മനുഷ്യരുണ്ട്. എല്ലായിടത്തും വികാരിയച്ഛന്മാർ അവൈലബിൾ അല്ല. നിങ്ങൾക്കറിയാവുന്ന ഒരു അച്ഛൻ്റെ പക്കൽ കുർബാന നിയോഗം ഏൽപ്പിച്ച് കുർബാന ഈ ദിവസങ്ങളിൽ ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. യുവജനങ്ങളോട് ഈ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയാനുള്ളത്, പ്രിയമുള്ള യുവജനങ്ങളെ, എനിക്കറിയാം നിങ്ങൾ മരണം, അങ്ങെത്താനിരിക്കുന്ന മരണത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകത്തില്ല. അത് കുറേ കാലം കഴിഞ്ഞാലും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം നിങ്ങൾ ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ഓരോ ദിവസവും മരണത്തിൻ്റെ കയ്പ് രുചിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ നമ്മുടെ പ്രിയപ്പെട്ട യുവജനങ്ങളുണ്ട്. അവരനുഭവിക്കുന്ന തോൽവിയുടെ മരണത്തിൻ്റെ കയ്പ്, ഓരോ തോൽവിയിലും മരണത്തിൻ്റെ കയ്പ് അവർ രുചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ അവഗണനയിലും ഈ മരണത്തിൻ്റെ കയ്പ് രുചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണ അപമാനിക്കപ്പെടുമ്പോഴും, ഓരോ തവണ സ്വപ്നങ്ങൾ തകർക്കപ്പെടുമ്പോഴും, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോഴും, ഓരോ തവണ ഒറ്റപ്പെടലിൻ്റെ ലോൺലെസ്സിൻ്റെ അനുഭവത്തിലേക്ക് പോകുമ്പോഴും, ഓരോ തവണ ബന്ധങ്ങൾ ഉലയുമ്പോഴും, റിലേഷൻഷിപ്പ് മുറിഞ്ഞ് ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴൊക്കെ പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങൾ മരണത്തിൻ്റെ കയ്പ് രുചിക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവർ ഗോഡ് ക്യാൻ ബ്രിങ് റിസറക്ഷൻ. ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവിന് നിൻ്റെ ജീവിതത്തിലേക്ക് ഉയർപ്പിൻ്റെ അനുഭവം സമ്മാനിക്കാൻ പറ്റും. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കണേ. ഈ വാക്യം യുവജനങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞേൽപ്പിക്കട്ടെ. ഡു നോട്ട് സീക്ക് ലൈഫ് in what destroys life. Do not seek life in what destroys life. ജീവനെ നശിപ്പിച്ച് കളയുന്നിടത്ത് ജീവനെ തേടരുത്. Do not seek life in those places where life is destroyed. അഡിക്ഷൻസിൻ്റെ പുറകെ ലൈഫ് തേടി പോകരുത്. ഇതാണ് ലൈഫ് എന്ന് പറയരുത്. Those things are destroying your life. തെറ്റായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചിട്ട് ഇതാണ് ജീവിതമെന്ന് പറയരുത്. Those things are destroying your life. നിങ്ങളുടെ ജീവനെ നശിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് ചെന്ന് ജീവനെ തേടരുത്. നിങ്ങളുടെ ജീവൻ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. കർത്താവിലേക്ക് തിരികെ ഉദ്ധാനത്തിൻ്റെ അനുഭവം അവൻ നിങ്ങൾക്ക് സമ്മാനിക്കും. അവസാനിപ്പിക്കാം നമുക്ക്. ഇന്ന് കമൻറ്റ് സെഷനിൽ ചെയ്യേണ്ടത്, ആളുകൾ എനിക്ക് തന്നൊരു റിവ്യൂ, അച്ചോ അങ്ങനെ കമൻറ്റ് സെഷനിൽ എന്തെങ്കിലും ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് പാർട്ടിസിപ്പേഷനായിട്ട് ഫീൽ ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞതുകൊണ്ട് 2 കാര്യങ്ങൾ ഇന്ന് കമൻറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ തരട്ടെ. ഒന്ന്, ഞങ്ങൾ പരിശുദ്ധ കുർബാന അർപ്പിക്കും വച്ചു ഈ നിയോഗം ഏൽപ്പിച്ച് വികാരിച്ചന്മാരുടെ പക്കലോ അറിയാവുന്ന വൈദികരുടെ പക്കലോ കഴിവതും നിങ്ങൾ വികാരിച്ചന്മാരെ ഏൽപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് വികാരിച്ചന്മാരോടുള്ള നമ്മുടെ ആത്മീയ പിതാവ് വികാരിച്ചന്മാരാണ്. വികാരിച്ചന്മാരുള്ള ബന്ധത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് അത് മാറും. അപ്പോൾ നിങ്ങൾ വികാരിച്ചന്മാരുടെ പക്കൽ ഇത് ഏൽപ്പിക്കുമ്പോൾ എൻ്റെയും അന്വേഷണം പറയുക. എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണമെന്ന് ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് നിങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യണം. ഇത് ഏൽപ്പിക്കുക, അത് പറയണം. അതൊക്കെ ഒരു ടെസ്റ്റിമണിയാണ്. അത് നിങ്ങൾ കമൻറ്റിൽ പറയണം. ഞാൻ കുർബാനപ്പണം ഏൽപ്പിച്ചു, കുർബാനപ്പണം ഏൽപ്പിക്കും. എന്തിന്? സകല മരിച്ചവർക്കും വേണ്ടിയും പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ചും കുർബാനപ്പണം മാർഗത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു ശുശ്രൂഷയാണ്. 2ാമത്തെ കാര്യം ഈ പഠിപ്പിക്കാൻ പോകുന്നത്, ഇത് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കമൻറ്റ് ചെയ്തിടുകയാണെങ്കിൽ അത് ഒരു റിവിഷനും കൂടിയാകും. ഹൗ ഡിഡ് ജീസസ് ഡൈ? എങ്ങനെയാണ് കർത്താവ് മരിച്ചത്? കർത്താവിൻ്റെ മരണത്തെ എങ്ങനെ മനസ്സിലാക്കണം? ദ ഹൗ ഓഫ് ജീസസ് ഡെത്ത്. ഹൗ ഡിഡ് ജീസസ് ഡൈ? 4 കാര്യങ്ങൾ, 4 സിമ്പിളാണ്. ഹൗ ഡിഡ് ജീസസ് ഡൈ? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ, ഹി ഡൈഡ് ഇൻ ഒബീഡിയൻസ്.
ഹി ഡൈഡ് ഇൻ ഒബീഡിയൻസ്. അനുസരണത്തിലാണ് അവൻ മരിച്ചത്. പിതാവിനെ അനുസരിച്ച് അവൻ മരിക്കുകയായിരുന്നു. ഹി ഡൈഡ് ഇൻ ഒബീഡിയൻസ്. 2, ഹി ഡൈഡ് ഇൻ ഫ്രീഡം. അനുസരിക്കുമ്പോഴും അവൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഫ്രീ വില്ലിൽ അവൻ ചൂസ് ചെയ്തതാണ് അവൻ്റെ മരണം. അതല്ല ഞാൻ പറയുന്നത്, ആരും ഇത് പിടിച്ചെടുക്കുകയല്ല, ഞാൻ വിട്ടുകൊടുക്കുകയാണ്. ഹി ഡൈഡ് ഇൻ ഫ്രീഡം. ഒന്നാമത്തത് ഹി ഡൈഡ് ഇൻ ഒബീഡിയൻസ്, അനുസരണത്തിൽ അവൻ മരിച്ചു. 2, ഹി ഡൈഡ് ഇൻ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിൽ അവൻ മരിച്ചു. 3, ഹി ഡൈഡ് ഇൻ ലവ്, സ്നേഹത്തിലാണ് അവൻ മരിച്ചത്. സ്നേഹിച്ചാണ് അവൻ മരിച്ചത്. ഹി ഡൈഡ് ഇൻ ലവ്. 4, ഹി ഡൈഡ് ഇൻ ഹോപ്പ്, മരണത്തിലെല്ലാം അവസാനിച്ചില്ല, പ്രത്യാശയിലാണ് അവൻ മരിച്ചത്. അവനറിയാം അവൻ്റെ അപ്പ അവനെ ഉയർപ്പിക്കും. പ്രത്യാശ. അതാണ് ഈശോ നേരത്തെ പറഞ്ഞത്, എന്നെ ഈ ദേവാലയം തകർക്ക്, 3-ാം ദിവസം അത് പുനരുദ്ധരിക്കും, 3-ാം ദിവസം ഞാനത് പുതുക്കി പണിയും. ഹി ഡൈഡ് ഇൻ ഹോപ്പ്. ഇതെന്തിനാണ് മനസ്സിലാക്കുന്നറിയാവും? നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യത്തിലും നമ്മൾ ജീവിതത്തിലും ഈ കുരിശനുഭവം ഉണ്ടാകുന്നുണ്ടെന്നേ. എല്ലാ ദിവസവും കുരിശിലും മരിക്കാൻ നമുക്കും ചാൻസ് കിട്ടുന്നുണ്ട്. നന്മ ചെയ്യുന്നിടത്തൊക്കെ ഒരു കുരിശുമരണമുണ്ട്. നീ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളിലും ഒരു കുരിശുമരണമുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ ഈ 4 കാര്യങ്ങളിൽ എല്ലാം ചെയ്ത് നോക്കിക്കേ, കർത്താവിൻ്റെ കുരിശിലേക്ക് നമ്മൾ തന്നെ ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഡു എവറിത്തിങ്, ഡു എവറി ഗുഡ് ആക്ട് ഇൻ ഒബീഡിയൻസ്, ദൈവത്തെ അനുസരിച്ച് ചെയ്യുക. ഇൻ ഫ്രീഡം, നിൻ്റെ ഫ്രീ വില്ലിൽ ചെയ്യുക. ഇൻ ലവ്, സ്നേഹത്തിൽ ചെയ്യുക. 4, ഇൻ ഹോപ്പ്, പ്രത്യാശയിൽ ചെയ്യുക. സോ ഹൗ ഡിഡ് ജീസസ് ഡൈ? ഹി ഡൈഡ് ഇൻ ഒബീഡിയൻസ്, ഹി ഡൈഡ് ഇൻ ഫ്രീഡം, ഹി ഡൈഡ് ഇൻ ലവ്, ഹി ഡൈഡ് ഇൻ ഹോപ്പ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായേ, സ്നേഹം മരണത്തെ തകർത്ത നേരമാണല്ലോ നിൻ്റെ കുരിശ് മരണം. കർത്താവേ, കുരിശനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ സ്നേഹം കൊണ്ട് ആ അനുഭവങ്ങളെ, ആ നേരങ്ങളെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് നീ ബലം തരണമേ. കർത്താവേ, ഞങ്ങൾ ഒടുക്കം പറഞ്ഞതുപോലെ അനുസരണത്തിൽ, സ്വാതന്ത്ര്യത്തിൽ, സ്നേഹത്തിൽ, പ്രത്യാശയിൽ ഞങ്ങൾ നന്മ ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.